സർക്കാരുകളും വലിയ കമ്പനികളും അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമായി പണം കണ്ടെത്തുന്നത് ബോണ്ടുകൾ വഴിയാണ്. നമ്മൾ അവർക്ക് പണം കടം കൊടുക്കുന്നു, പകരമായി അവർ നമുക്ക് പലിശ നൽകുന്നു. ലളിതമായി പറഞ്ഞാൽ ഇതാണ് ബോണ്ട്. ഇതിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാന ടൈപ്പുകളാണ് കോളബിളും പുട്ടബിളും ബോണ്ടുകൾ. ഇന്ന് ഈ സെഷനിൽ ഇവ രണ്ടും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. റെഡീമബിൾ ബോണ്ടുകൾ എന്നും അറിയപ്പെടുന്ന കോളബിൾ ബോണ്ടുകളെ കുറിച്ച് തന്നെ ആദ്യം നോക്കാം. ഒരു ബോണ്ടിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അത് തിരികെ വാങ്ങാൻ കമ്പനിക്ക് അധികാരം നൽകുന്ന രീതിയാണിത്. എന്നാൽ ഇതൊരു നിർബന്ധമല്ല, കമ്പനിക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്തിനാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത്? വിപണികൾ പലിശ നിരക്കുകൾ കുറയുകയാണെങ്കിൽ കമ്പനികൾ നിലവിലുള്ള ബോണ്ടുകൾ നിക്ഷേപകരിൽ നിന്ന് തിരികെ വാങ്ങും. എന്നിട്ട് കുറഞ്ഞ പലിശ നിരക്കിൽ പുതിയ ബോണ്ടുകൾ ഇറക്കി കുറഞ്ഞ ചിലവിൽ പണം കണ്ടെത്തും. ഇത് കമ്പനിക്ക് വലിയ ലാഭമാണ് നൽകുക. അതായത് കമ്പനിയുടെ പക്കൽ മിച്ചം പണമുണ്ടെങ്കിൽ കാലാവധി വരെ കാത്തിരുന്ന് പലിശ നൽകുന്നതിന് പകരം കടം നേരത്തെ തീർക്കാൻ അവർ ഈ സൗകര്യം ഉപയോഗിക്കും. കാലാവധിക്ക് മുൻപ് ബോണ്ട് തിരികെ വാങ്ങുന്നത് കമ്പനിക്ക് ലാഭകരമല്ലെങ്കിൽ അവർ ആ തീരുമാനമെടുക്കില്ല. അതായത് ഈ അധികാരം ഉപയോഗിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും കമ്പനിയുടെ ലാഭത്തെ ആശ്രയിച്ചിരിക്കും. കോളബിൾ ബോണ്ടുകൾ കമ്പനികൾക്ക് തിരികെ വാങ്ങാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. ഒന്ന് ഓപ്ഷണൽ റിഡംഷൻ ആണ്. അതായത് ബോണ്ട് ഇറക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും അത് തിരികെ വാങ്ങാം. രണ്ടാമത്തേത് സിങ്കിങ് ഫണ്ട് റിഡംഷൻ ആണ്. ഇവിടെ കാലാവധി വരെ കാത്തിരിക്കാതെ ഇടയ്ക്കിടെ കുറച്ചു തുക വീതം നിക്ഷേപകർക്ക് നൽകി കടം പടിപടിയായി തീർക്കുന്ന രീതിയാണിത്. മൂന്നാമത്തേത് എക്സ്ട്രാ ഓർഡിനറി റിഡംഷൻ ആണ്. ഇത് എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു കെട്ടിടം പണിയാനായി പണമെടുക്കുകയും എന്നാൽ ആ പണി പാതി വഴി തടസ്സപ്പെടുകയും ചെയ്താൽ ആ കടം നേരത്തെ തീർക്കാൻ കമ്പനിക്ക് ഈ വഴി ഉപയോഗിക്കാം. ചുരുക്കത്തിൽ സാഹചര്യം നോക്കി കടം വീട്ടാൻ കമ്പനികൾക്ക് ഈ വഴികളെല്ലാം സഹായകരമാണ്. കോളബിൾ ബോണ്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒരു കമ്പനി കാലാവധിക്ക് മുൻപേ ബോണ്ട് തിരികെ വാങ്ങാൻ തീരുമാനിച്ചാൽ അവർ ബോണ്ടിന്റെ യഥാർത്ഥ വിലയേക്കാൾ അല്പം കൂടുതൽ തുക നിക്ഷേപകർക്ക് നൽകേണ്ടി വരും. ഇതിനെയാണ് കോൾ പ്രീമിയം എന്ന് വിളിക്കുന്നത്. കാലാവധിക്ക് മുൻപേ ബോണ്ട് നിർത്തലാക്കുന്നത് വഴി നിക്ഷേപകന് നഷ്ടമാകുന്ന പലിശയ്ക്കുള്ള ഒരു പകരമായിട്ടാണ് ഈ അധിക തുക നൽകുന്നത്. സാധാരണയായി കാലാവധി അടുക്കും തോറും ഈ പ്രീമിയം തുക കുറഞ്ഞു വരും. എന്നാൽ കമ്പനി ബോണ്ട് നേരത്തെ വിളിക്കുന്നില്ലെങ്കിൽ കാലാവധി എത്തുമ്പോൾ ബോണ്ടിന്റെ യഥാർത്ഥ വില മാത്രമേ നിക്ഷേപകന് ലഭിക്കൂ. കൂടാതെ കോൾ പ്രൊട്ടക്ഷൻ എന്നൊരു നിബന്ധനയും ചില ബോണ്ടുകളിൽ ഉണ്ടാകാറുണ്ട്. ഇത് പ്രകാരം ബോണ്ട് ഇറക്കി ആദ്യത്തെ കുറച്ചു കാലത്തേക്ക് അത് തിരികെ വാങ്ങാൻ കമ്പനിക്ക് അധികാരമുണ്ടാകില്ല. ചുരുക്കത്തിൽ നേരത്തെ ബോണ്ട് അവസാനിപ്പിക്കുമ്പോൾ നിക്ഷേപകന്റെ താല്പര്യം കൂടി സംരക്ഷിക്കാനുള്ള വഴികൾ ഇതിലുണ്ട്. കോളബിൾ ബോണ്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. 2023 ഏപ്രിൽ 1 നിങ്ങൾ ABC എന്ന കമ്പനിയുടെ ബോണ്ടിൽ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നുവെന്ന് കരുതുക. 7 വർഷത്തെ കാലാവധിയുള്ള ഈ ബോണ്ടിന് കമ്പനി 7% പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിൽ 3 വർഷത്തെ കോൾ പ്രൊട്ടക്ഷൻ ഉള്ളതിനാൽ 2026 മാർച്ച് 31 വരെ കമ്പനിക്ക് ഇത് തിരികെ വാങ്ങാൻ കഴിയില്ല. എന്നാൽ 2026 ഏപ്രിൽ 1 ശേഷം കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ബോണ്ട് തിരികെ വിളിക്കാം. ഉദാഹരണത്തിന് 2026 ഒക്ടോബറിൽ കമ്പനി ബോണ്ട് തിരികെ വാങ്ങാൻ തീരുമാനിച്ചാൽ അവർ ഓരോ ബോണ്ടിനും 1,500,000 രൂപ വീതം നിങ്ങൾക്ക് നൽകും. അതായത് കാലാവധിക്ക് മുൻപ് അവസാനിപ്പിക്കുന്നതിന് പകരമായി 500 രൂപ അധികം നിങ്ങൾക്ക് ലഭിക്കുമെന്നർത്ഥം. ഇങ്ങനെ നിക്ഷേപകർക്ക് ലഭിക്കേണ്ട പലിശ നേരത്തെ നൽകുന്നതിലുള്ള നഷ്ടം ഈ അധിക തുകയിലൂടെ കമ്പനി പരിഹരിക്കുന്നു. നമ്മൾ നിക്ഷേപകർക്ക് ഇതിലൂടെ എന്താണ് പ്രയോജനം? ഒന്നാമതായി ഇത്തരം ബോണ്ടുകൾക്ക് സാധാരണ ബോണ്ടുകളേക്കാൾ ഉയർന്ന പലിശ നിരക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. കമ്പനി എപ്പോൾ വേണമെങ്കിലും ബോണ്ട് തിരികെ എടുത്തേക്കാം എന്നൊരു സാധ്യത ഉള്ളതുകൊണ്ട് ആ റിസ്കിന് പകരമായിട്ടാണ് അവർ കൂടുതൽ പലിശ നൽകുന്നത്. രണ്ടാമതായി കാലാവധിക്ക് മുൻപ് കമ്പനി ബോണ്ട് തിരികെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൾ പ്രീമിയം ലഭിക്കും. അതായത് ബോണ്ടിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ തുക കമ്പനി നിങ്ങൾക്ക് നൽകേണ്ടി വരും. കാലാവധിക്ക് മുൻപേ ബോണ്ട് അവസാനിപ്പിക്കുന്ന മൂലം നിങ്ങൾക്ക് നഷ്ടമാകുന്ന പലിശ വരുമാനത്തിനുള്ള പരിഹാരമാണിത്. ചുരുക്കത്തിൽ അല്പം റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മികച്ച ലാഭം നേടാൻ കോളബിൾ ബോണ്ടുകൾ നിങ്ങളെ സഹായിക്കും. നമുക്കിനി പുട്ടബിൾ ബോണ്ടുകളെ കുറിച്ച് കൂടെ നോക്കാം. ഇത് കോളബിൾ ബോണ്ടുകളെ നേരെ തിരിച്ചുള്ള രീതിയാണ്. ഇവിടെ ബോണ്ട് കാലാവധി എത്തുന്നതിന് മുൻപ് തന്നെ കമ്പനിക്ക് തിരികെ നൽകി പണം വാങ്ങാനുള്ള അധികാരം നിക്ഷേപകനായ നിങ്ങൾക്കാണുള്ളത്. എന്നാൽ ഇത് നിങ്ങളുടെ ഒരു അവകാശം മാത്രമാണ്. വേണമെങ്കിൽ മാത്രം ബോണ്ട് തിരികെ നൽകിയാൽ മതി, അല്ലെങ്കിൽ കാലാവധി വരെ കൈവശം വയ്ക്കുകയും ചെയ്യാം. സാധാരണയായി വിപണിയിൽ പലിശ നിരക്ക് കൂടുമ്പോഴാണ് നിക്ഷേപകർ ഈ സൗകര്യം ഉപയോഗിക്കുക. കാരണം വിപണിയിൽ പലിശ കൂടുമ്പോൾ ബോണ്ടിന്റെ വില കുറയും. ആ സമയത്ത് കുറഞ്ഞ പലിശ കിട്ടുന്ന ബോണ്ട് കയ്യിൽ വെച്ചിരിക്കുന്നതിനേക്കാൾ ലാഭം അത് കമ്പനിക്ക് തന്നെ തിരികെ നൽകി പണം വാങ്ങി കൂടുതൽ പലിശ കിട്ടുന്ന പുതിയ ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നതാണ്.
അതേസമയം വിപണിയിലെ പലിശ നിരക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ബോണ്ട് തിരികെ നൽകില്ല. കാരണം നിലവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉയർന്ന പലിശ തന്നെയാകും അപ്പോൾ ലാഭകരം. ചുരുക്കത്തിൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭം ഉറപ്പാക്കാൻ നിക്ഷേപകനെ സഹായിക്കുന്ന ഒന്നാണ് പുട്ടബിൾ ബോണ്ടുകൾ. പുട്ടബിൾ ബോണ്ടുകൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. ഒന്ന് മൾട്ടി മെച്യൂരിറ്റി ബോണ്ടുകളാണ്. ഇവയ്ക്ക് ഒന്നിലധികം കാലാവധികൾ ഉണ്ടാകും. ഉദാഹരണത്തിന് 5 വർഷം, 10 വർഷം, 15 വർഷം എന്നിങ്ങനെ. വിപണിയിലെ ലാഭം നോക്കി എപ്പോൾ വേണം പണം പിൻവലിക്കാൻ എന്ന് നിക്ഷേപകന് തീരുമാനിക്കാം. രണ്ടാമത്തേത് ഓപ്ഷൻ ടെൻഡർ ബോണ്ടുകളാണ്. പലിശ നിരക്കിൽ മാറ്റം വരുന്ന ഇവയിൽ നിക്ഷേപകന് എപ്പോൾ വേണമെങ്കിലും പണം തിരികെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. മൂന്നാമത്തേത് വേരിയബിൾ റേറ്റ് ഡിമാൻഡ് ഒബ്ലിഗേഷൻ ആണ്. ഇതൊരു ദീർഘകാല ബോണ്ടാണെങ്കിലും പണം ആവശ്യമായി വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും തിരികെ ആവശ്യപ്പെടാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ പലിശ ലഭിക്കുന്നത് അന്നത്തെ വിപണി നിരക്കിലായിരിക്കും. ചുരുക്കത്തിൽ നിക്ഷേപകന് പണം പിൻവലിക്കാൻ കൂടുതൽ സൗകര്യം നൽകുന്നവയാണ് ഇവയെല്ലാം. പുട്ടബിൾ ബോണ്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിക്ഷേപകർ കാലാവധിക്ക് മുൻപ് ബോണ്ട് തിരികെ നൽകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവർ നിക്ഷേപിച്ച തുക അഥവാ പ്രിൻസിപ്പൽ എമൗണ്ട് തിരികെ ലഭിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നിക്ഷേപകന് എപ്പോൾ വേണമെങ്കിലും പണം തിരികെ ചോദിക്കാനുള്ള അധികാരമുള്ളതിനാൽ ആ റിസ്കിന് പകരമായി കമ്പനി നൽകുന്ന പലിശ നിരക്ക് മറ്റ് ബോണ്ടുകളെ അപേക്ഷിച്ച് അല്പം കുറവായിരിക്കും. ഇനി നിക്ഷേപകൻ ഈ അധികാരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ കമ്പനി തുക തിരികെ നൽകും. യഥാർത്ഥത്തിൽ ഇത് നിക്ഷേപകർക്കും കമ്പനികൾക്കും ഒരുപോലെ ഗുണകരമാണ്. വിപണിയിൽ പലിശ കൂടുമ്പോൾ പണം പിൻവലിക്കാമെന്ന സുരക്ഷിതത്വം നിക്ഷേപകന് ലഭിക്കുമ്പോൾ കുറഞ്ഞ പലിശ നിരക്കിൽ കടം ലഭിക്കുമെന്നത് കമ്പനിക്കും നേട്ടമാകുന്നു. ചുരുക്കത്തിൽ പലിശയിലെ മാറ്റങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു മികച്ച മാർഗമാണിത്. പുട്ടബിൾ ബോണ്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ കമ്പനി ബിയുടെ ഒരു ബോണ്ടിൽ 7 വർഷത്തേക്ക് 7% പലിശ നിരക്കിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന് കരുതുക. 3 വർഷം കഴിഞ്ഞപ്പോൾ വിപണിയിലെ പൊതുവായ പലിശ നിരക്ക് 7% മുകളിലായി എന്ന് വെക്കുക. അപ്പോൾ കൂടുതൽ പലിശ കിട്ടുന്ന പുതിയ ബോണ്ടുകൾ നിക്ഷേപിക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ബോണ്ട് തിരികെ എടുത്ത് പണം നൽകാൻ നിങ്ങൾക്ക് കമ്പനിയോട് ആവശ്യപ്പെടാം. കമ്പനി ഉടൻ തന്നെ നിങ്ങളുടെ മുഴുവൻ തുകയും തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ്. പണം ലഭിച്ചാൽ നിങ്ങൾക്കത് കൂടുതൽ പലിശ കിട്ടുന്ന പുതിയ ബോണ്ടുകളിൽ നിക്ഷേപിക്കാം. എന്നാൽ വിപണിയിലെ പലിശ നിരക്ക് 7% താഴെയാണെങ്കിൽ നിങ്ങൾ ബോണ്ട് തിരികെ നൽകേണ്ട കാര്യമില്ല. കാരണം നിലവിൽ നിങ്ങൾക്ക് കിട്ടുന്ന 7% പലിശ തന്നെയാണ് അപ്പോൾ ലാഭകരം. അങ്ങനെയെങ്കിൽ കാലാവധി തീരുന്നത് വരെ കമ്പനി നിങ്ങൾക്ക് പലിശ നൽകിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ വിപണിയിലെ ലാഭം നോക്കി പണം എപ്പോൾ പിൻവലിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തിനാണ് പുട്ടബിൾ ബോണ്ടുകൾ നിക്ഷേപിക്കണമെന്ന് ചോദിച്ചാൽ പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇതിൽ റിസ്ക് വളരെ കുറവാണ്. വിപണിയിൽ പലിശ നിരക്ക് കൂടിയാലോ അല്ലെങ്കിൽ കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയിൽ സംശയം തോന്നിയാലോ പണം തിരികെ വാങ്ങി നിക്ഷേപം സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമതായി, ഇത് നിക്ഷേപകർക്ക് വലിയ ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട്. ലാഭകരമാണെങ്കിൽ കാലാവധി വരെ കൈവശം വെക്കാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം. കൂടാതെ ഓഹരി വിപണി പോലെയുള്ള റിസ്ക് കൂടിയ നിക്ഷേപങ്ങൾക്കിടയിൽ ഒരു സുരക്ഷാ കവചമായി പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കുറഞ്ഞ റിസ്കിൽ പണം നിക്ഷേപിക്കാനും വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നീങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് പുട്ടബിൾ ബോണ്ടുകൾ ഒരു മികച്ച ചോയ്സ് ആണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും നിക്ഷേപകന്റെയും കമ്പനിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ 2 ബോണ്ടുകളും നിക്ഷേപകരെ സഹായിക്കുന്നു.